ഹലോ എവരിവൺ, ദിസ് ഇസ് ദീപ്തി തോമസ് ഫ്രം തിജൂസ് അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OET റീഡിംഗ് പാർട്ട് സി എടുക്കുമ്പോൾ നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻഫറൻസ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫറൻസ് ക്വസ്റ്റ്യൻ എന്ന് പേരെടുത്ത് വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വരില്ല. പക്ഷേ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഡയറക്റ്റായിട്ട് ഒരു ഉത്തരം കിട്ടില്ല. അത് വായിച്ച ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ അതിൽ നിന്നും റീഡറിൻ്റെ ഒരു വ്യൂ പോയിന്റ് എടുത്തിട്ടാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഇൻഫറൻസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇൻഫറൻസ് എന്താണ്? റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓൾറെഡി കുറച്ചധികം സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസിൽ നിന്ന് നമ്മളൊരു മീനിങ്ങിലോട്ട് എത്തിച്ചേരുവാണ്. പക്ഷേ അങ്ങനെ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ വായിക്കേണ്ട അതിൻ്റെതായ രീതിയിൽ വായിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പ്രോപ്പർ കൺക്ലൂഷനിൽ നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇൻഫറൻസ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. പോകാം വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന OET റീഡിംഗ് പാർട്ട് സിയില് നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇൻഫറൻസ് ക്വസ്റ്റ്യൻ, അല്ലേ? സോ നമ്മൾ ഇന്നത്തെ ചെറിയ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ടാക്കിൾ ക്വസ്റ്റ്യൻസ് ഓൺ ഇൻഫറൻസ് പോലത്തെ ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം. ഓക്കെ, സോ വാട്ട് ഈസ് ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻഫറൻസ് എന്താണ്? നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എടുക്കുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുക എന്നാണ് ഇൻഫർ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഇറ്റ് ഈസ് എ കൺക്ലൂഷൻ ഡ്രോൺ ഓൺ ദ ബേസിസ് ഓഫ് ഗിവൻ ഫാക്ട്സ്. എന്താണ്? തന്നിരിക്കുന്ന ഫാക്ട്സ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു വസ്തുതയെ കുറിച്ചുള്ള നമ്മൾ എടുക്കുന്ന ഒരു കൺക്ലൂഷൻ, അതാണ് ഇൻഫറൻസ്. ഓക്കെ, it is also an ability of a reader or listener to read in between the lines. നമ്മൾ സാധാരണ പറയുന്നതാണ് read in between the lines. അയാൾ അവിടെ ഇൻഡയറക്ട്ലി ആ ഒരു ലൈൻസിന്റെ ഇടയ്ക്ക് അയാൾ ഇൻഡയറക്ട്ലി നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്നാണ് മനസ്സിലാക്കുക എന്നാണ് ഇൻഫർ അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, inference is always with respect to listener or reader, and more than one inference can be drawn on the basis of a given fact. Inference എല്ലാം എപ്പോഴും ഒരു റീഡർ അല്ലെങ്കിൽ ലിസണറിനെ സംബന്ധിച്ചുള്ളതായിരിക്കും. അയാളോട് നമ്മൾ ഇൻഡയറക്ട്ലി എന്താണ് പറയുന്നത്, അപ്പം എപ്പോഴും ഒരു റീഡർ അല്ലെങ്കിൽ ലിസണറിനെ സംബന്ധിച്ചുള്ളതായിരിക്കും ഇൻഫറൻസ് എപ്പോഴും. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ഗിവൻ ഫാക്റ്റിന് നമുക്ക് ഒന്നിലോ കൂടുതൽ ഇൻഫറൻസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, സോ ഇൻഫറൻസ് എന്താണ്? ഒരു തന്നിരിക്കുന്ന വസ്തുതയെ കുറിച്ചുള്ള നമ്മൾ എടുക്കുന്ന ഒരു കൺക്ലൂഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഒരു കൺക്ലൂഷൻ, ഒരു ഐഡിയയാണ് ഇൻഫറൻസ്. ഓക്കെ, റീഡിങ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ്. അയാൾ ഇൻഡയറക്ട്ലി നമ്മളോട് എന്താണ് പറയാം, അയാൾ അവിടെ ഒരു വാക്കുകൾ എഴുതിയെങ്കിൽ അല്ലെങ്കിൽ ഓഥർ അവിടെ കുറെ കാര്യങ്ങൾ എഴുതിയെങ്കിൽ, അയാൾ ആ കാര്യം എഴുതിയെങ്കിൽ അതിനകത്തുനിന്ന് അയാൾ ഇൻഡയറക്ട്ലി ഞങ്ങളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കുക എന്നാണ് ഇൻഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് എപ്പോഴും ഒരു ലിസണർ അല്ലെങ്കിൽ റീഡറിന്റെ സംബന്ധിച്ചുള്ളതായിരിക്കും ഇൻഫറൻസ്. എന്നിട്ട് ഒരു ഫാക്റ്റിന് നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻഫറൻസ് നമുക്ക് ഡ്രോ ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്തെടുക്കാൻ പറ്റും. An inference question asks you to pick up on information that is indirectly given. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ എന്താണെന്ന് നമ്മൾ പിക്കപ്പ് ചെയ്തെടുക്കുന്നതാണ് ഒരു ഇൻഫറൻസ് ക്വസ്റ്റ്യൻ എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റാദർ ദാൻ ബീങ് ഡയറക്ട്ലി സ്റ്റേറ്റഡ് ഇൻ ദ പാസേജ്. ഡയറക്ട്ലി പറയുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ വളരെ ഈസി ആയിരിക്കും. ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫാക്ട് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് അയാൾ ഇൻഡയറക്ട്ലി ഞങ്ങളോട് എന്ത് മെസ്സേജ് ആണ് തരുന്നത്, അതാണ് ഇൻഫറൻസ് ക്വസ്റ്റ്യന്റെ മെയിൻ പർപ്പസ്. നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മെയിൻലി കാണുന്നത് പാർട്ട് സിയിലാണ്, അല്ലേ? വാട്ട് ഡസ് ദി ഓഥർ വാണ്ട് ടു ഇംപ്ലൈ ഫ്രം ഹിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ്, ഓർ വാട്ട് ഡസ് ഹി വാണ്ട്സ് ടു സജസ്റ്റ് from the last paragraph, അല്ലെങ്കിൽ what is the author's implication on this statement, what does he wants to infer. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുന്നത് പാർട്ട് സിയിലാണ്. ഓക്കെ, എന്നിട്ട് അവിടെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്തൊക്കെയാണ്? ഇംപ്ലൈ, സജസ്റ്റ്, ഇൻഫർ. ഇതൊക്കെ ഇങ്ങനത്തെ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നത് പാർട്ട് സിയിൽ. ക്വസ്റ്റ്യൻസ് ഓഫ് ദിസ് ടൈപ്പ് വിൽ ഓഫൻ കണ്ടെയ്ൻ വേർഡ്സ് ലൈക്ക് ഇംപ്ലൈ, സജസ്റ്റ്, ഇൻഫർ ഇൻ ദ ക്വസ്റ്റ്യൻ പ്രോംപ്റ്റ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇൻഫർ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്.
ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇൻഫറൻസ് എന്താണ്? എപ്പോഴും അതിന്റെ അർത്ഥം എന്താണ്? റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. ആ എഴുതിയിരിക്കുന്ന കാര്യത്തിന്റെ ഇടയ്ക്കുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുക എന്നാണ് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. സോ റീഡിങ് അത് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ റീഡിങ് എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻഡയറക്റ്റ് മെസ്സേജ് ഓർ ടു അണ്ടർസ്റ്റാൻഡ് ദ അൺസെഡ് മെസ്സേജ് ഓഫ് ദി ഓഥർ. അതാണ് നമ്മൾ റീഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇൻഫറൻസ് നമ്മുടെ റീഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് ഇൻഫറൻസ് കളിക്കുന്നത്. സോ നമ്മൾ വായിക്കുന്ന എല്ലാത്തിലും ഇൻഫറൻസ് ഉണ്ട്. Okay, so you have to understand the indirect message or the unsaid message of the author. അതാണ് ഇൻഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. Okay, so it is a very important step in your reading to understand between the lines. Okay, അതാണ് നിങ്ങളുടെ റീഡിംഗ് ക്വാളിറ്റി കാണിക്കുന്നത്. Okay, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Anil has started devoting 15 hours to study seriously for BPO. BPOക്ക് വേണ്ടി സീരിയസ്ലി സ്റ്റഡി ചെയ്യാൻ വേണ്ടി അനിൽ 15 മണിക്കൂർ ഡിവോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് എടുക്കാം. എന്താണ്? അനിൽ ഹാസ് സ്റ്റാർട്ടഡ് ഡിവോട്ടിങ് 15 hours to study seriously for BPO. ഓക്കെ, സോ നമുക്ക് അനിലിനെ കുറിച്ച് എന്തൊക്കെ പറയാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഇൻഫറൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഒന്നിൽ കൂടുതൽ കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, അല്ലേ? എക്സാമ്പിൾ നോക്കിക്കേ. അപ്പൊ ചോദ്യം ചോദിക്കുന്നത് അനിലിനെ കുറിച്ച് എന്താണ് പറയപ്പെടുന്നത്? നമുക്ക് എന്ത് പറയാം? അനിൽ ഈസ് എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ എന്ന് പറയാമോ? പറയാം. അയാളുടെ 15 മണിക്കൂർ ഡിവോട്ട് ചെയ്തിട്ടാണ് അയാൾ BPOക്ക് വേണ്ടി പഠിക്കുന്നത്, അല്ലേ? അപ്പം അനിൽ ഈസ് എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ നമുക്ക് പറയാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി പറയാൻ പറ്റും, അല്ലേ? ദെൻ അനിൽ ഈസ് ലൈക്ലി ടു ക്രാക്ക് BPO. അയാൾ BPO ക്രാക്ക് ചെയ്യാനുള്ള അയാൾക്ക് ചാൻസസ് ഉണ്ട്. പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ബിക്കോസ് അയാൾ 15 മണിക്കൂർ എടുത്തിട്ടാണ് പഠിക്കുമല്ലേ? അയാളുടെ ദിവസത്തെ 15 മണിക്കൂർ ഡിവോട്ട് ചെയ്യുകയാണ്. അപ്പം അയാൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതും നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ലേ? പറ്റും. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതിയിട്ടുണ്ടോ? ഈസ് എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ലൈക്ലി ടു ക്രാക്ക് BPO എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ല. പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. തേർഡ് നോക്കിക്കേ. അനിൽ ഈസ് മച്ച് ഫോക്കസ്, ഡിറ്റർമൈൻഡ് ആൻഡ് ഹാസ് ലോട്ട്സ് ഓഫ് പേഷ്യൻസ്. ശരിയല്ലേ? 15 മണിക്കൂർ അയാൾ പഠിക്കാൻ വേണ്ടി ഡിവോട്ട് ചെയ്യണമെങ്കിൽ അയാൾ എത്ര ഫോക്കസ്ഡും എത്ര ഡിറ്റർമൈൻഡും എത്ര പേഷ്യൻസ് അയാൾക്ക് ഉണ്ടായിരിക്കണം? ഇതൊക്കെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിന് മനസ്സിലായില്ലേ? ഇതാണ് ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അനിലിനെ കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കാം? ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അനിൽ BPOക്ക് വേണ്ടി സീരിയസ്ലി സ്റ്റഡി ചെയ്യാൻ വേണ്ടി അയാൾ 15 മണിക്കൂർ ഡിവോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയാളുടെ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. അയാൾ BPO ക്രാക്ക് ചെയ്തേക്കാം. അയാൾ വളരെ ഫോക്കസ്, ഡിറ്റർമിൻഡ് ആൻഡ് ലോട്ട്സ് ഓഫ് പേഷ്യൻസ് ഉള്ള ആളാണ്. നമുക്ക് ആ ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ലേ? ഇൻഫറൻസ് ചെയ്യാൻ പറ്റത്തില്ലേ? ഡെഫിനറ്റ്ലി പറ്റും. സോ ഇതാണ് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഓക്കെ, അതാണ് ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇൻഡയറക്ട്ലി ഓഥർ എന്നോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, വൺ മോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. Why does the writer refer to the length of time training takes? എന്തുകൊണ്ട് റൈറ്റർ ഇവിടെ ഒരു ട്രെയിനിങ് എടുക്കുന്ന ലെങ്ത് ഓഫ് ടൈമിനെ റെഫർ ചെയ്യുന്നത്? ചോദ്യം മനസ്സിലായല്ലോ? എന്തുകൊണ്ട് റൈറ്റർ ഇവിടെ ഒരു ട്രെയിനിങ് എടുക്കുന്ന സമയം പരിമിതിനെ കുറിച്ച് റെഫർ ചെയ്യുന്നത്? ചോദ്യം മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് ഇനി പാരഗ്രാഫ് വായിക്കാം. It does not take 15 years of training to provide light sedation for a stable patient having a simple procedure. എന്താണ് പറഞ്ഞത്? ഒരു സ്റ്റേബിൾ ആയ പേഷ്യന്റിന് ഒരു സിമ്പിൾ പ്രൊസീജിയർ പോകുന്നതിന് മുൻപ് ഒരു ലൈറ്റ് സെഡേഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 15 വർഷത്തെ ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? എന്താണ് പറഞ്ഞത്? ഒരു സിമ്പിൾ പ്രൊസീജിയറിലോട്ട് പോകുന്ന ഒരു സ്റ്റേബിൾ പേഷ്യന്റിന് ഒരു ലൈറ്റ് സഡേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു 15 കൊല്ലത്തെ ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. or a 3-year degree to help someone bathe or eat. അല്ലെങ്കിൽ ഒരാളെ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളെ കഴിപ്പിക്കാനോ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിഗ്രിയുടെ ആവശ്യമൊന്നുമില്ല. But that is the situation in Australian hospitals today. പക്ഷേ ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ ഹോസ്പിറ്റലിന്റെ സിറ്റുവേഷൻ ഇത് തന്നെയാണ്. അപ്പം അയാൾ എന്താണ്?
അയാൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലല്ല സംസാരിക്കുന്നത്. അയാൾ എന്തോ പുച്ഛത്തോടെയാണ് സംസാരിക്കുന്നത്. എന്താണ് നിങ്ങൾക്കൊരു ആളെ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ കുളിപ്പിക്കാനോ ഒരു പേഷ്യന്റിനെ ആഹാരം കഴിപ്പിക്കാൻ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിഗ്രിയുടെ ആവശ്യമോ അല്ലെങ്കിൽ എന്താണ് ഒരു സിമ്പിൾ പ്രൊസീജിയറിൽ പോകുന്ന ഒരു സ്റ്റേബിൾ പേഷ്യന്റിന് ലൈറ്റ് സെഡേഷൻ കൊടുക്കാൻ വേണ്ടി 15 കൊല്ലത്തെ ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പക്ഷെ അതാണ് ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ ഹോസ്പിറ്റലിന്റെ അവസ്ഥ. ക്ലിയർ ആണോ? അപ്പം ഇൻഡയറക്ട്ലി അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത്ര കൊല്ലത്തെ ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന രീതിയിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലല്ലേ സംസാരിക്കുന്ന ഓഥർ ഇവിടെ. ക്ലിയർ ആണോ? ഒരു സിമ്പിൾ പ്രൊസീജിയറിൽ പോകുന്നതിന് മുൻപേ ഒരു സ്റ്റേബിൾ പേഷ്യന്റ് ഒരു ലൈറ്റ് സെഡേഷൻ കൊടുക്കാൻ വേണ്ടി 15 കൊല്ലത്തെ ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ല അല്ലേ? ഒരാളെ കുളിപ്പിക്കാനും ഒരാളെ നനപ്പിക്കാനും അല്ലെങ്കിൽ ഒരാളെ ആഹാരം കഴിപ്പിക്കാനും നിങ്ങൾക്ക് 3 വർഷത്തെ ഡിഗ്രിയുടെ ആവശ്യമൊന്നും ഇല്ല. പക്ഷെ അതാണ് ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ ഹോസ്പിറ്റലിന്റെ അവസ്ഥ. സോ നമ്മുടെ ചോദ്യം ചോദിക്കുന്നത്, എന്തുകൊണ്ട് റൈറ്റർ ഇവിടെ ഒരു ട്രെയിനിങ്ങിന്റെ ലെങ്ത് ഓഫ് ടൈമിനെ റെഫർ ചെയ്യുന്നത്? അപ്പം എന്തുകൊണ്ടായിരിക്കും ഇയാൾ ഇവിടെ സമയപരിമിതിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഒരു ട്രെയിനിങ്ങിന്റെ ലെങ്ത് ഓഫ് ടൈമിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു കാരണം എന്താണ്? ഇൻഡയറക്ട്ലി അയാൾ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ടു സ്ട്രെസ് ദാറ്റ് ദിസ് ഇസ് നോട്ട് ലോങ് ഇനഫ്. ട്രെയിനിങ് അത്ര ലോങ് ഇനഫ് അല്ല എന്ന് കാണിക്കാനാണോ? അതല്ലല്ലോ. അയാൾ എന്തോ പറഞ്ഞേ, ഒരു സ്റ്റേബിൾ പേഷ്യന്റിനെ സിമ്പിൾ പ്രൊസീജിയർ പോകുന്ന ഒരു സ്റ്റേബിൾ പേഷ്യന്റ് ലൈറ്റ് സെഡേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് 15 കൊല്ലത്തെ ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന രീതിയിൽ പറയുമ്പോൾ ഇത്ര ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പഠിച്ചാലും മതി, നിങ്ങൾക്ക് അത് ചെയ്യാൻ പഠിക്കും എന്ന രീതിയിലല്ലേ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഒരു ആക്കി വായിക്കുമ്പോൾ നമ്മൾ അതിന്റെ ചുറ്റുമുള്ള കാര്യം കൂടി ചിന്തിക്കണം. അയാൾ അവിടെ അങ്ങനെ പറഞ്ഞെങ്കിൽ അയാൾ പറയാതെ തന്നെ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അല്ലേ? അപ്പം എ ഓപ്ഷൻ എന്തായാലും നമുക്ക് അവിടെ ഇല്ല. ബി വായിച്ചേ. ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് എവരിവൺസ് ടൈം. ട്രെയിനിങ് എല്ലാവരുടെ ടൈം വേസ്റ്റ് ആണെന്നാണ് ഉദ്ദേശിക്കുന്ന അയാൾ. ടൈം വേസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞു അത്ര സമയം വരെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത്ര നീണ്ട കാലം നിങ്ങൾക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല എന്നല്ലേ. അല്ലാണ്ട് ഇതെല്ലാം വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് പറഞ്ഞോ? ട്രെയിനിങ് എല്ലാവരുടെ വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ അയാൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇത്ര നീണ്ട കാലം നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അയാൾ ഉദ്ദേശിച്ചത് അല്ലേ? ഇനിയും ഡി വായിച്ച്. ടു ക്രിട്ടിസൈസ് ദ ടീച്ചിങ് മെത്തേഡ്. ടീച്ചിങ് മെത്തേഡിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയാണോ? ടീച്ചിങ് മെത്തേഡ് അത്ര നല്ലതല്ല എന്ന് കാണിക്കാനാണോ? അല്ലല്ലോ. അയാൾ ടീച്ചിങ് മെത്തേഡിനെ വിമർശിക്കുകയല്ലല്ലോ ചെയ്യുന്നത് ഇവിടെ. നിങ്ങൾക്ക് ഇത്ര നാൾ പഠിക്കേണ്ട ഇത്രയൊരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഇത്ര നീണ്ട നാൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരാളെ കുളിപ്പിക്കാനും ഒരാളെ ആഹാരം കഴിപ്പിക്കാനും നിങ്ങൾക്ക് 3 വർഷത്തെ ഡിഗ്രിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അതാണ് ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ ഹോസ്പിറ്റൽ അവസ്ഥ എന്ന് പറയുമ്പോൾ അയാൾ ഇൻഡയറക്ട്ലി എന്താണ് പറയുന്നത്? ഓപ്ഷൻ സി നോക്കിക്കേ. ടു പോയിന്റ് ഔട്ട് ദാറ്റ് സിമ്പിൾ പ്രൊസീജിയർ ക്യാൻ ബി ലേൺഡ് ഫാസ്റ്റ്. കണ്ടോ, നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്കൊരു ആ പ്രൊസീജിയർ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു സഡേഷൻ കൊടുക്കാൻ വേണ്ടി 15 കൊല്ലം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമുക്ക് അതിനെ മുൻപേ തന്നെ അത് പഠിച്ച് തീർക്കാവുന്നേ ഉള്ളൂ എന്ന രീതിയിലല്ലേ അയാൾ സംസാരിക്കുന്നത്. അതാണ് ഇൻഡയറക്ട്ലി അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്ര കൊല്ലം ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു സഡേഷൻ കൊടുക്കാൻ വേണ്ടി 15 കൊല്ലത്തെ ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. സോ നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്നൊരു കാര്യത്തിലല്ലേ അയാൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ ഹോസ്പിറ്റൽ അങ്ങനെയാ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇത്രയും നാൾ ട്രെയിനിങ് കൊടുത്ത ആൾക്കാരെ ഇത്രയും നാൾ പഠിപ്പിച്ച് വിടുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഹോസ്പിറ്റലിന്റെ അവസ്ഥ. പക്ഷെ ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല എന്നൊരു രീതിയിലല്ലേ. ബിക്കോസ് ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. 3 വർഷമോ 15 കൊല്ലത്തിന്റെ ആവശ്യമൊന്നുമില്ല, ആ രീതിയിലല്ലേ പറയുന്നത്. സോ ഇൻഡയറക്ട്ലി അയാൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? ടു പോയിന്റ് ഔട്ട് ദാറ്റ് സം സിമ്പിൾ പ്രൊസീജിയർ ക്യാൻ ബി ലേൺഡ് ഫാസ്റ്റർ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ അതുപോലെ എഴുതിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി എഴുതിയിട്ടില്ല അല്ലേ? എഴുതിയിട്ടേ ഇല്ല. പക്ഷെ അയാൾ അങ്ങനെ എഴുതിയിട്ട് ഇൻഡയറക്ട്ലി എന്നോട് ഇതാണ് ഉദ്ദേശിച്ചത്. അതാണ് ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണോ? സോ വൈൽ യു ആർ ഡൂയിങ് ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, എപ്പോഴും നമ്മൾ ഓഥറിന്റെ ചിന്താഗതിയിൽ ചിന്തിക്കണം. അയാൾ ഇൻഡയറക്ട്ലി എന്തോ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. 15 കൊല്ലം ഇരുന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാം അല്ലേ? അപ്പം ഓസ്ട്രേലിയൻ ഹോസ്പിറ്റൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ ഓർത്തിട്ട് അയാൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന രീതിയിലല്ലേ അയാൾ പോകുന്നത്.
ക്ലിയർ ആണോ? സോ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഓഥറിന്റെ ചിന്താഗതിയിൽ ചിന്തിച്ചു പോകുകയാണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി നമുക്ക് ആൻസറിലോട്ട് വളരെ നല്ല രീതിയിൽ എത്താൻ പറ്റും. അപ്പം ലെങ്ത് ഓഫ് ടൈം ട്രെയിനിങ്ങിന് അയാൾ അവിടെ റെഫർ ചെയ്തത് എന്തിന്? വൈ ഡസ് എ റൈറ്റർ റെഫർ ടു ദ ലെങ്ത് ഓഫ് ടൈം ട്രെയിനിങ്? എന്ത് കാണിക്കാനാണ്? അപ്പോൾ കണ്ടോ ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നത് കണ്ടോ? റെഫർ ചെയ്തത്, ഇൻഫർ ചെയ്തത്, സജസ്റ്റ് ചെയ്തത്, ഇംപ്ലൈ ചെയ്തത്. സോ ഐ ഹോപ്പ് എല്ലാവർക്കും ഇൻഫർ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്താണ്, അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ട്. എപ്പോഴും ഓഥറിന്റെ രീതിയിൽ ചിന്തിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് ചെയ്യാൻ പറ്റും. അയാൾ അങ്ങനെ ഏത് രീതിയിൽ സംസാരിച്ചിട്ട് അയാൾ പറയാതെ തന്നെ നമ്മളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആർ. സോ ഐ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. So I will see you with another topic. Till then, thank you.